ഒരു കുട്ടി കഥ പറഞ്ഞുതരാം. കടലിന്റെ അടിയിൽ ഒരു കൊച്ചു ഫിഷ് വന്നിട്ട് അതിന്റെ അമ്മ ഫിഷിന്റെ അടുത്ത് പോയി ചോദിക്കും, അമ്മ എന്താണ് വെള്ളം? വെള്ളം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് വെള്ളം എന്ന്. അപ്പൊ ചുറ്റും ഇങ്ങനെ നോക്കിയിട്ട് പറയണ, എനിക്ക് കാണാൻ പറ്റുന്നല്ലോ കൊണ്ട് ചോദിക്കാം, മോളെ ഇത് ഈ ചുറ്റും കാണുന്ന വെള്ളം. അപ്പൊ പുള്ളിക്ക് മനസ്സിലാവണില്ല. നേരെ പോയി അച്ഛൻ്റെ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛാ എന്താണ് വെള്ളം? ഇതാണ് മോളെ, ഇതാണ് ചുറ്റുമുള്ളതാണ് വെള്ളം പറഞ്ഞിട്ട്. പുള്ളിക്കൊന്നും കാണുന്നില്ല. പുള്ളി നേരെ പോയിട്ട് ഒരു ഷാർക്കിന്റെ പോയി ചോദിക്കും, എന്താണ് വെള്ളം എന്ന് പറഞ്ഞിട്ട്. ഷാർക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നേരെ കടലിന്റെ അടിയിൽ നിന്ന് മേലെ തട്ടി കൊണ്ടുപോയിട്ട് ഈ കൊച്ചു ഫിഷിനെടുത്ത് തൂക്കിയെടുത്ത് എയറിലിടും. എയറിലിടുന്ന സമയത്ത് ശ്വാസം കിട്ടാതെ ആ കണ്ണ് മൊത്തം തള്ളിയിട്ട് നേരെ വന്നിട്ട് വെള്ളത്തിൽ വീഴുന്ന സമയത്താണ് ഷാർക്ക് പറയാ, ഇതാണ് വെള്ളം, നമ്മളിപ്പോ നിൽക്കുന്നതാണ് വെള്ളം. എനിക്ക് ഈ കഥ കേട്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സാധനം കൂടെ ഉള്ള സമയത്ത് അതൊരു പേഴ്സണോ ഒരു കോൺസെപ്റ്റോ, ഇപ്പോൾ എഡ്യൂക്കേഷൻ തൊട്ട് നമുക്കൊക്കെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനും നമുക്കൊക്കെ ഫുഡ് തരാനും കൂടെ ആളുള്ളത് എന്നൊരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. സോ ഒരാളായിക്കോട്ടെ, ഒരു പ്രൊവൈഡ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സമാധാനമൊക്കെ അത് നഷ്ടപ്പെട്ട് കഴിയുന്ന സമയത്താണ് നമുക്കത് മനസ്സിലാവുന്നത്. അതുള്ള സമയത്ത് അതിനൊരു വാല്യൂ ഒരു കോൺസെപ്റ്റ് നമ്മൾ കൊടുക്കില്ല. സോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന ഓരോ പ്രിവിലേജും, നമുക്ക് കിട്ടുന്ന ഓരോ കോൺസെപ്റ്റും, ഫ്രണ്ട്ഷിപ്പ് തൊട്ട് നമുക്ക് കിട്ടുന്ന ഓരോ ബന്ധങ്ങളും അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ നോക്കുക. അത് മിസ്സായതിനു ശേഷം വേണം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സോ നിങ്ങൾക്ക് കൂടെയുള്ള സമയത്ത് അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. ഷുവറായിട്ടും ബെറ്റർ ആയിട്ടൊരു പോയിന്റിൽ തന്നെ എത്തും. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് അത് മനസ്സിലാവും. കീപ് യുവർ സ്മൈൽ, ഷെയർ യുവർ സ്മൈൽ. താങ്ക് യു.